എന്താ നോക്കിക്കണത് കോരിയിലാണ്. നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവീഡറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ല തണുപ്പല്ലേ രാവിലെ തന്നെ? നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായി ഗ്രാമത്തേക്കൊക്കെ പോയിട്ട് അരനേട്ടിന് ഞായറാഴ്ച പണിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോവാറില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ള വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ എവിടെ പോകണേടാ? രാവിലെ തന്നെ നമ്മളെല്ലാവരും ഒരിക്കലും മജാവ് എവിടെ താമസിക്കുന്നത് ഒരുപാട് കമൻറ്റ് നമ്മുടെ ലൈവിലാണെങ്കിലും എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മജാവയുടെ വീട്, ഇപ്പം മജാവ് താമസിക്കുന്ന വീടും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത വില്ലേജിലാണ് മജാവ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേക്ക് കാണുന്നത് നമ്മുടെ കൃഷിയുടെ കേട്ടോ. ആദ്യത്തെ കൃഷിയൊക്കെ പോയിപ്പോൾ നമ്മൾ രണ്ടാമത് തുടങ്ങിയേക്കാണ് കേട്ടോ. അതാണ് ഇങ്ങനെ വലിയ പച്ചപ്പൊന്നും ഇല്ലാത്തത്. നല്ല തണുപ്പുണ്ട് മലാവിൽ ഇപ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം നമ്മുടെ മജാവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ രാവിലെ നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ള് പൊടി പോലെ തോന്നുന്നുണ്ടല്ലേ? ഇവിടെ മണ്ണിൻ്റെ റോഡായതുകൊണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് ഇലകളിലൊക്കെ പൊടിയാണ്. മഴക്കാലമാണെങ്കിൽ മാത്രമേ ഇവിടെ നല്ല പച്ചപ്പ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത്. പിന്നെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ മെയ്സ് ഹാർവെസ്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അതിരാവിലെ ആളുകളൊക്കെ 4 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും എണീക്കും, വില്ലേജുകളിലൊക്കെ. എന്നിട്ട് എല്ലാവരും അവരവരുടെ കൃഷിയിടങ്ങളിലേക്ക് പോകും. പിന്നെ മലാവിയിൽ എന്താ പറയുക, മലാവിയിലെ ആൾക്കാർ നല്ല നേരത്തെ എണീക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ നേരത്തെ കിടന്നുറങ്ങുന്ന ആൾക്കാരുമാണ് കേട്ടോ. കാരണം രാത്രിയിൽ നമ്മളെ പോലെ ഫോണില്ല, TV ഇല്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. അവര് ഭക്ഷണം കഴിച്ചാൽ കിടന്നുറങ്ങുന്നത്. പണ്ട് കാലഘട്ടത്തിൽ നമ്മളും അങ്ങനെയായിരുന്നു. നമ്മൾ ഒരുപാട് നേരം എന്ന് പറയാം. എൻ്റെയൊക്കെ ഓർമ്മയിൽ 8:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ കടന്നുറങ്ങും. അതാണ് ശരിക്കും പറഞ്ഞാൽ റുട്ടീൻ എന്ന് പറയുന്നത്. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ആകെ എന്ന് പറഞ്ഞാൽ റേഡിയോ വെക്കും, റേഡിയോയിൽ ഇങ്ങനെ പാട്ട് കേൾക്കാം. ഇവിടെ ആൾക്കാർ അങ്ങനെ തന്നെയാണ്. മൊബൈലിൽ റേഡിയോ ഓണാക്കി വെക്കും, അല്ലെങ്കിൽ ചൈന റേഡിയോസുകൾ കിട്ടും. അപ്പോൾ അതിനകത്ത് ഇവരെ ഫുട്ബോൾ മാച്ചുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ പാട്ടും മ്യൂസിക്കൊക്കെ കേട്ട് അങ്ങനെ രാത്രി നേരത്ത് കടന്നുറങ്ങും. അതിരാവിലെ എണീക്കും. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ രാവിലെ എണീറ്റിട്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് നേരം കിട്ടൂല്ലേ ഒരു ദിവസത്തില്. നമുക്കൊക്കെയാണെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് കടന്നു പോണ പോലെ ആയിരിക്കും ഇവർക്ക്. അത്ര ചെറിയ കുട്ടികളാണെങ്കിലും ഒക്കെ രാവിലെ തന്നെ പണിയാണ്. ആ ശരിയാ. അവിടെയൊക്കെ ആൾക്കാര് കൃഷിയിടത്തിൽ കൊത്തിക്കളക്കുന്ന പണിയൊക്കെയാണ്. ചിലപ്പോ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഹാർവെസ്റ്റ് ചെയ്യായിരിക്കും. എന്താ പരിപാടി അറിയില്ല. ഇത് കണ്ടോ, കാണുന്നുണ്ടോ നമുക്ക്? കോഴികളൊക്കെ ഉണ്ട് കേട്ടോ വഴിയിൽ പോണ സമയത്ത്. നല്ല നാടൻ കോഴികള്, ഒരു ഗ്രേ കളർ ആട്ടോ, ചാര കളറാണ്. നാടൻ കോഴിക്ക് വില കൂടുതൽ വേണം. അതെ, ഇവിടെ മലാവിൽ നാടൻ കോഴിക്ക് വില കൂടുതലാണ് കേട്ടോ സാധാ വെള്ളക്കോഴീനേക്കാളും. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മജാവ് താമസിക്കുന്ന വില്ലേജ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കഷ്ടിച്ചൊരു 500 മീറ്റർ, അല്ല 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറയാം. 5 മിനിറ്റ് കൊണ്ട് എത്താം. 5 മിനിറ്റ് കൊണ്ട് എത്താം. ഇങ്കൂസി വില്ലേജ് എന്ന് പറയുന്നതിന് തന്നെ ആളുകളൊക്കെ എണീച്ച് വീടിനെ മുറ്റത്ത് അങ്ങനെ നിൽക്കുന്നത്. വീടും മുറ്റൊക്കെ അടിച്ചു വാരി അതിരാവിലെ തന്നെ നീറ്റാക്കിയിട്ടുണ്ട്. ക്ലീൻ ആണോ എല്ലാവരും വീടിന് പറ്റും. ഇത്രയും വൃത്തിയുള്ള ഗ്രാമം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ശരിക്കും മജാവ് താമസിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് മജാവ് താമസിക്കുന്നത്. ആ കാണുന്ന വെള്ള വീട്ടിൽ കുട്ടികളൊക്കെ രാവിലെ എണീറ്റിട്ടുണ്ട്. തണുപ്പാണ്. എല്ലാവരും കയ്യിലുള്ള ജാക്കറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. മജാവയുടെ വൈഫ് എന്തോ ചെയ്യുന്നോണ്ടിരിക്കുന്നു. ഈ ഓടി വരുന്നത് ആരാന്നറിയോ? ലൂക്ക വലിയ കുട്ടിയായല്ലേ? എന്താ നോക്കിക്കണത്? നമ്മളെ കണ്ടിട്ട് നോക്കി നിൽക്കാണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ്. ലൂക്കയ്ക്ക് തണുപ്പൊന്നും ഇല്ലല്ലോ? വലിയ തണുപ്പൊന്നും ഇല്ല ഇവിടെ. മോർണിംഗ്. അപ്പം അങ്ങനെ നമ്മൾ മജാവയുടെ വില്ലേജിലെത്തി കേട്ടോ. മജാവ് താമസിക്കുന്ന വില്ലേജ്. ഇവിടെ റെന്റ് താമസിക്കുകയാണ് മജാവ്. ലൂക്കയ്ക്ക് തണുപ്പൊന്നുമില്ലേ? ലൂക്ക കം. ഇതാണ് മജാവേൻ്റെ മൂത്ത കുട്ടി. പ്ലേസ് എന്നാണ് കേട്ടോ അവനെ വിളിക്കുക. മജാവേൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് അടിച്ചു വരുന്നത്. മൂത്തത് രണ്ടാമത്തെ കുട്ടി അടിച്ചു വരുന്നു മിറ്റം. ആണോ? രണ്ടാമത്തെ കുട്ടി അടിച്ചു. അതൊക്കെ ഒരാളവിടെ അടിച്ചു വരുന്നത്. മജാവേൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ്ടത്. രാവിലെ എണീറ്റിട്ട് അടിച്ചു വരുന്ന പരിപാടിയിലാണ്.
ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, പെൺകുട്ടികൾ ആൺകുട്ടികളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ മാത്രമേ പെൺകുട്ടികൾ ഇന്ന ജോലി ആൺകുട്ടികൾ ഇന്ന ജോലി എന്നൊക്കെ പറയുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് മജാവേൻ്റെ ഭാര്യ രാവിലെ പണിയിലാണ്. രണ്ടാമത്തെ ആൺകുട്ടി അവിടെ അടിച്ചു വരുന്നുണ്ട്. ഈ തണുപ്പത്ത് എന്താണ് പണി? ആ പുകയിലാണല്ലോ. മേരി, ഗുഡ് മോർണിംഗ്. ഗുഡ് ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? മേരി മെലിഞ്ഞല്ലോ. മെലിനെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പം മേരി ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ടുബാക്കോ ഇല്ലേ, ടുബാക്കോ വാങ്ങിയിട്ട് ഇതിങ്ങനെ അടുക്കി വെക്കുക. അപ്പോൾ മജാവിൻ്റെ വൈഫിന് ശരിക്കും എല്ലാവരും ചോദിക്കാറുണ്ട് മജാവിൻ്റെ വൈഫിന് നമ്മളെന്താ പരിപാടിയൊന്നും ചെയ്ത് കൊടുത്തില്ല. മജാവിൻ്റെ വൈഫിന് നമ്മളൊരു ചെറിയ ബിസിനസ് പരിപാടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അതായത് ഇവിടുന്ന് ടുബാക്കോയൊക്കെ വാങ്ങി ഒരു ഏജൻറ്റ് പോലെ വാങ്ങുക വിൽക്കുക അങ്ങനത്തെ പരിപാടി. ഇപ്പം അവിടെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചാൽ ടുബാക്കോയാണ്, അതിങ്ങനെ അടുക്കി വെക്കുകയാണ്. അപ്പോൾ അത് സെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവൾ സെല്ല് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമാന മാർഗ്ഗം ഉണ്ടാക്കാനുള്ള ഓരോ മാർഗ്ഗങ്ങൾ ഇവരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരുടെ വില്ലേജിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്നുള്ളത് ഈ വില്ലേജിലെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു മാതൃക എന്ന രീതിയിലാണ് അവൾ ചെയ്യുന്നത്. മേരി ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മജാവേൻ്റെ 3 കുട്ടികൾ. അവൻ അടിച്ചു വരെയൊക്കെ വന്നല്ലോ മാഡം. ഇത് നമ്മുടെ വില്ലേജ് വന്നുകൊണ്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് എത്രങ്ങാനും ആൾക്കാരാ. തണുപ്പുണ്ട്, ചെറിയ വീടൊക്കെ ചില വീടൊക്കെ തണുപ്പുണ്ട്, കണ്ടില്ലേ? ഒരു മുണ്ട് കൊണ്ടൊക്കെ ഇങ്ങനെ പുതച്ചിരിക്കുന്നു. ചിലവരൊക്കെ ചെറിയ കോട്ട് ഈ ഇത് തണുപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്നും തണുപ്പിൻ്റെ ഇട്ടിട്ടില്ല കേട്ടോ. കൂടുതലവരും മുണ്ടൊക്കെ പുതച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, മണ്ണുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വീടുകളാണ്. പുല്ലൊക്കെ മേഞ്ഞിട്ടുള്ള ചെറിയൊരു സിറ്റൗട്ട് മോഡലൊക്കെ ഉള്ള. മജാവ് റെൻറ്റിനാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത്. കാരണം അവൻ്റെ ശരിക്കുള്ള സ്ഥലം ഇവിടെ അല്ലല്ലോ, അവർ ഇവിടെ ജോലിക്ക് വന്നതല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ റെൻറ്റ് വീടുകൾ കിട്ടും വാടകയ്ക്ക്. ഇവിടെ സൂര്യകാന്തി ഉണ്ട്. അവിടെ സൂര്യകാന്തി ഉണങ്ങിയിരിക്കുന്നു. സൂര്യകാന്തി ഉണങ്ങിയിരിക്കുക. മജാവ് പല്ലേക്കുന്നുള്ളൂ. നമ്മളപ്പോൾ അത്ര നേരത്തെ ഉണരുന്ന കേട്ടോ. അതെ, മജാവ് പല്ലേക്കുന്നേ ഉള്ളൂ. സൂര്യകാന്തി ഒക്കെ ഉണങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ. ഓക്കെ. ഇതാണ് മജാവിൻ്റെ വീട് കേട്ടോ. അതെ, ഇതും കിച്ചൺ. ഓ, ഇവിടെയാണ് മജാവയുടെ കിച്ചൺ. അത് ഇവനിവിടെ അടിച്ചു വാരുകയാണ്. ഏത് ജോലിയും ആർക്കും ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇവിടെ. പെൺകുട്ടികൾക്ക് ഇന്ന ജോലി, ആൺകുട്ടികൾക്ക് ഇന്ന ജോലി എന്നൊന്നുമില്ല. നല്ല രീതിക്ക് അടിച്ചു വരുന്നുണ്ട്. ഇവർ അടിച്ചു വരുന്ന ചൂലുണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ള കുറുന്തോട്ടിയില്ലേ, അതാണ്. ഇവിടെ ആൾക്കാർ മഴക്കാലത്ത് കുറുന്തോട്ടി മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ കുറുന്തോട്ടി വെട്ടിക്കളയും പറിച്ചളയും ഒന്നും ചെയ്യില്ല. അത് നല്ലോണം വലുതായി കഴിഞ്ഞിട്ട് പറിച്ചെടുക്കും. എന്നിട്ട് അത് ഇതേപോലെ ചൂലാക്കി ഉപയോഗിക്കും. കുറേ ഉണ്ടെങ്കിൽ അവർ ചൂല് ആക്കി ഉണ്ടാക്കിയിട്ട് കടകളിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല സുന്ദരമായിട്ട് അടിച്ചു വരുന്നുണ്ട്. നമ്മൾ വന്ന വഴിക്കൊക്കെ കണ്ടില്ലേ, വീടുകളുടെ മുറ്റമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടല്ലേ കിടക്കുന്നത്. ഇങ്ങനെ രാവിലെ പിള്ളേരൊക്കെ എണീറ്റിട്ട് മുറ്റമൊക്കെ അടിച്ചു വരും. എന്ത് വൃത്തിയിൽ അടിച്ചു വരിയത്. അപ്പോൾ ലൂക്ക പല്ല് തേക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. പല്ല് തേച്ച് കഴിഞ്ഞോ? ലൂക്ക പണ്ടും ക്യാമറ കാണുമ്പോൾ ഞാൻ സ്റ്റക്കായി നിൽക്കും. ഇപ്പോൾ വലുതായപ്പോഴും ക്യാമറ സ്റ്റക്കായി നിൽക്കുന്നത്. Now it's just removing this. After this, you need to make the small bundles. Okay. Length wise, big ones, small ones, separate. Yeah, separating to get off. This one, separating. This small. ഉണ്ട്. അപ്പം മേരി ഇങ്ങനെ ഓരോ ബണ്ടിലാക്കി വെക്കാൻ കേട്ടോ. അവർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ടുബാക്കോൻ്റെ ഒക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലിങ്ങനെ ഒരു കയറും കൊണ്ട് 4 ഇലകൾ കൂട്ടി കെട്ടിയിട്ട് ഒരു ഉണക്കാനിടുന്നു. അപ്പം മേരി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കയറൊക്കെ അതിൽ നിന്ന് വലിച്ചൂരിയിട്ട്
ഇതുപോലെ ബണ്ടിലാക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ബണ്ടിലാക്കണം എന്നുള്ള നമുക്ക് കാണാം. ഇതിപ്പോൾ കാണിച്ചു തരും കേട്ടോ. രാവിലെ ഇവർക്ക് ഇതൊക്കെയാണ് കേട്ടോ ജോലി. നമ്മളെ നാട്ടിൽ രാവിലെ ആയാലും നമുക്ക് പണി. രാവിലെ എണീക്കുന്നു, പലതരം ഫുഡ് ഉണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, ദോശ, അടുപ്പ, പുട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഫ്രണ്ടിൽ അടുപ്പ് കത്തിച്ചിട്ടുണ്ടല്ലേ? ഫ്രണ്ടിലെ അടുപ്പിൽ എന്താ കത്തിച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഇവരുടെ അടുക്കള. അവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ ഫ്രണ്ടിൽ എന്തോ ഒരു പാത്രത്തിൽ എന്തോ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ രാവിലെ എണീറ്റിട്ടുണ്ട്. ഈ തണുപ്പത്ത് ഇവിടെ പണി. ഈ ടുബാക്കയുടെ പ്രത്യേകിച്ചാൽ വെയിലാകുന്നതിന് മുമ്പ് ഇത് പണിയണം ആ തണുപ്പിൽ. അതായത് ഇത് പൊടിഞ്ഞു പോയിരിക്കാൻ വേണ്ടി. ഒരു ചെറിയ മഞ്ഞും തണുപ്പുണ്ടല്ലോ, ആ സമയത്ത് ഇതിൻ്റെ ഇല ഒടിയത്തില്ല, പൊടിഞ്ഞു പോകുന്നില്ല. ആ സമയത്ത് ഇവരെല്ലാം പണിയും. വെയിലാകുമ്പോൾ എടുത്ത് ഉള്ളിൽ വെക്കും. ഇനി വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതിനെ പണി തുടങ്ങും. ഇതിൻ്റെ സെല്ലിങ്ങും ബൈയിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും ഏകദേശം രാവിലെയും വൈകുന്നേരം ചെയ്യുക. ഉച്ചയ്ക്ക് ചെയ്യില്ല. ഉച്ചയ്ക്ക് ഇത് പൊടിയും. കുട്ടികളാണെങ്കിലും ഓരോന്ന് കാര്യം ഇപ്പോൾ ഇവനൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ ലൂക്കക്കുട്ടൻ തടിയൊക്കെ കുറഞ്ഞു, ഇപ്പോൾ മെലിഞ്ഞു. നീട്ടം വെക്കാനായിരിക്കും. അമ്മയ്ക്ക് വേണ്ടി സഹായിച്ചു കൊടുക്കുകയാണ് ഓരോരോ കാര്യം. കാരണം നമ്മൾ പല രീതിയിലും പല ബിസിനസ്സുകൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കടയായിട്ടും അതായിട്ട് നടക്കുക. പക്ഷേങ്കിൽ എല്ലാം ഒന്നും അങ്ങനെ സക്സസ് ആയിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് നോക്കാം എത്രമാത്രം സക്സസ് ആകുന്നുള്ളത്. ഇത് ഇവർക്ക് ചെയ്തു കൊടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ വില്ലേജിലെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എത്രമാത്രമാണ്. ഇപ്പം ടുബാക്കോയുടെ സീസൺ കഴിഞ്ഞു. അപ്പം നമ്മളൊരു എമൗണ്ട് കൊടുത്തിട്ട് ഇവരോട് അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി സാധനം വാങ്ങി വെക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഒന്ന് സെല്ല് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവർക്കൊരു പൈസയും കിട്ടത്തില്ല. അത് വാങ്ങി വെച്ചു എല്ലാ പൈസയ്ക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവാൻ വേണ്ടി. ശരിക്കും ഇവരൊരു കൃഷി ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇവർ കൃഷി ചെയ്യുന്ന സമയം ഇപ്പോൾ ടുബാക്കേൻ്റെ കൃഷി സമയം കഴിഞ്ഞു ഇവിടെ. പക്ഷേ ഇപ്പോൾ ആളുകളെ സംബന്ധിച്ചോളം പൈസയുള്ള ആൾക്കാരൊക്കെ ഇത് വാങ്ങിച്ച് വെക്കും, വിൽക്കത്തില്ല, അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും കുറച്ചൊക്കെ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇവർക്ക് കുറച്ച് എമൗണ്ട് കൊടുത്തു, ഇത് വാങ്ങി ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. നല്ല വില വരുന്ന സമയത്ത് മാത്രം വിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അപ്പോൾ അതേപോലെയാണ് അവരതെല്ലാം വാങ്ങി വെച്ചു. ഇപ്പോൾ അത് പ്രോസസ്സിങ്ങിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോസസ്സ് ചെയ്ത് തരംതിരിച്ച് നല്ല ക്വാളിറ്റി നോക്കി വിൽക്കുക, അങ്ങനെ പൈസ ഉണ്ടാക്കുക. ആ പൈസ കൊണ്ട് അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. അതാണ് ഞങ്ങൾ മജാവിൻ്റെ ചെയ്യാൻ വേണം. അപ്പോൾ ഈ പൈസ എപ്പോഴും ഇവരുടെ ഒരു മജാവിക്ക് ജോലിയുണ്ട്, മജാവിൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇതുകൊണ്ട് ഇതിന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, കൃഷി ചെയ്യുക, ടുബാക്കോ കൃഷി ചെയ്യാം, മെയ്സ് കൃഷി ചെയ്യാം. ആ പൈസ അങ്ങനെ പൈസ എങ്ങനെ നമ്മൾ ഇരട്ടിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്ഥലം വാങ്ങി വീട് വെക്കാൻ പറ്റും, നല്ല ഡ്രസ്സുകൾ, കുട്ടികളുടെ പഠിത്തം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ പൂർവികർ ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് ഇവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കിട്ടുന്ന സാധനങ്ങൾ അന്നന്ന് വിറ്റ് അന്നന്ന് തന്നെ ആ പൈസ ചിലവാക്കുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കുള്ളത്. പൈസ വരുമ്പം പെട്ടെന്ന് ജീവിതം അങ്ങ് എൻജോയ് ചെയ്യും. പൈസ ഇല്ലാത്തപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, മെയ്സൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ മെയ്സ് എല്ലാം വിളഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഈ മെയ്സ് വിളയുമ്പോൾ തന്നെ പറിച്ച് കടയിൽ കൊണ്ട് വിൽക്കും. ഇപ്പോൾ ഇതിന് വില എന്ന് പറയുന്നത് 400 കോച്ച 500 കോച്ചയാണ്. പക്ഷേ ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ ഈ മെയ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1000-1500 കോച്ചയിലേക്ക് പോകും. അപ്പോൾ 2-3 മാസം ഇവർ ഈ 5-6 മാസം സ്ട്രഗിൾ ചെയ്ത് വന്ന പോലെ തന്നെ 2 മാസം കൂടെ സ്ട്രഗിൾ ചെയ്ത് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇവരുണ്ടാക്കിയ സാധനത്തിൻ്റെ വില വിൽക്കുന്നതിനേക്കാൾ 2-3 ഇരട്ടി ഇവർക്ക് കിട്ടും. അങ്ങനെ ഇവർക്ക് ജീവിതത്തിൽ വലിയൊരു നിലവാരത്തിലേക്ക് ഉയർന്നു വരാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ മജാവോയുടെ ലാൻഡ് ഓണറാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ ഇവൻ്റെ അമ്മയല്ലേ നെൽസൺ, നെൽസന്റെ അമ്മയാണ്. നെൽസൺ മദർ, നെൽസൺസ് മദർ. മത്തം വിൽക്കുവാണ്. മജാവ് മത്തം വാങ്ങാൻ വന്നായിരുന്നു കേട്ടാ. ആയിരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ ഓരോ സാധനങ്ങളാണല്ലോ. ഈ ചേച്ചി ഇവിടുത്തെ പൈസക്കാരിയാണ് കേട്ടോ. ഈ വീടിന്റെ ഓണർ ഇതാണ്, നമ്മുടെ നെൽസന്റെ അമ്മയാണ്. ഈ വീടും ഇതൊക്കെ പിന്നെ അതിന്റെ അപ്പുറത്താണ് ഇവരുടെ ശരിക്കും വീടുള്ളത്. ഇവർ ഒരു നല്ലൊരു ബിസിനസ് ലേഡി കേട്ടോ. ചിന്തിക്കാം, നല്ലൊരു ഇവർ വില്ലേജിൽ അത്യാവശ്യം നല്ല ലാൻഡും നല്ല വീടും ഒക്കെ ഉള്ള ഒരാളാണ് ഇവർ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ എത്ര പൈസ ഉണ്ടെങ്കിലും അത് മത്തം വിൽക്കാൻ വന്നേക്കാണ്. അതെ, ഇവരുടെ സ്ഥലത്തിന് ഓണറാണ്. അവർ മത്തങ്ങ വിൽക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ ഇവരും പഠിക്കേണ്ടതുണ്ട്. ഇവരും ഇതേപോലെ തന്നെ കേട്ടോ, മെയ്സ് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്യും, എന്നിട്ട് വില കൂടുമ്പോൾ വിൽക്കും. അപ്പോൾ ഞാൻ എപ്പോഴും മജോട് പറയുന്നത് നിങ്ങളെ ലാൻഡ് ഓണറുടെ കണ്ടുപിടിക്കണം, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് പിടിക്കണം, എങ്കിലാണ് ജീവിതത്തിൽ ഉയർന്നു വരാൻ പറ്റത്തുള്ളൂ. ഇവരുടെ ടോയ്ലറ്റും കുളിമുറിയാണ് അത്. ഇത്രയേ ഉള്ളൂ ഇവരുടെ. അപ്പൊ ഇങ്ങനെ സൈസ് അനുസരിച്ച് തരം തിരിക്കുകയാണ്. തിരിച്ചിട്ട് എങ്ങനെയത് കിട്ടുമെന്ന് ആ ചേച്ചി കാണിച്ചു തരും. നമ്മുടെ വീഡിയോ എടുക്കാണ്ട് ചേച്ചി കൈ പിടിച്ചാണത്.
അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരിങ്ങനെ അല്ല ഇത് കുട്ടികളൊക്കെ ഉണ്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മത്തങ്ങയൊക്കെ വാങ്ങി പോവാണേ. ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞു. രസമൊക്കെ പിന്നെ കഴിഞ്ഞു. പങ്കണോ ചിറ്റോ എന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മള് ചെറുതായിട്ട് ചിച്ച പറഞ്ഞ മതി, ചേച്ചി ഫുള്ള് ചിച്ചവേല പോയത്. അപ്പോൾ ഈ കാണുന്നതാണ് മജാവോൻ്റെ വില്ലേജ് എന്ന് പറയുന്നത്. മജാവോൻ്റെ വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, മജാവ റെൻറ്റിന് താമസിക്കുന്ന വില്ലേജ്. അപ്പോൾ ഇതാണ് മജാവോൻ്റെ വീട്. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ വീട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ചേച്ചി മത്തനൊക്കെ വിൽക്കാൻ വന്ന ചേച്ചി, ആ ചേച്ചീൻ്റെ വീടാണ്. അത് ആൾക്കാർക്ക് റെൻറ്റിന് കൊടുത്തതാണ്. ആ ചേച്ചിക്ക് ഈ വീട് മാത്രമല്ല വേറെയും വീടുകളുണ്ട് കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് റെൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ സിറ്റ് ഔട്ട് ഉണ്ട്. മജാവ പറഞ്ഞത് ഈ ഡോർ അവർ തുറക്കാറില്ല, അതവിടെ ലോക്കാക്കി വെച്ചേക്കാണ്. ബാക്ക് കൂടിയാണ്. ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പം നമ്മൾ നല്ല വീടുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അവർ കയറി വരുന്ന എൻട്രൻസിലായിരിക്കും അവരുടെ കിച്ചൺ ഉണ്ടാവുക കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. മത്തനൊക്കെ വിൽക്കാൻ വന്ന് കുറച്ച് പേര് മത്തൻ പോവുകയാണ്. എന്തൊക്കെയൊക്കെ ചിച്ചേവയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെയ്സ് പുഴുങ്ങിയതായിരിക്കുന്നല്ലേ. മെയ്സ് പുഴുങ്ങിയതാണ് ആ കുട്ടീൻ്റെ കയ്യിലുള്ളത്. ക്യാമറ കാണുമ്പോൾ ഓടുക. ക്യാമറ കാണുമ്പോൾ ഓരോരുത്തരുടെ മുഖത്തുള്ള വ്യത്യാസങ്ങളുണ്ടല്ലേ. ഈ ഒരു മരം നല്ല അടിപൊളി മരമാണ് കേട്ടോ. ഒരുപാട് തണലായിരുന്ന ഒരു പ്രത്യേക തരം മരമാണ്. നമ്മൾ കഴിഞ്ഞ മറ്റേ വില്ലേജിൽ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു മരം. അപ്പോൾ ഇതൊക്കെയാണ് മജാവയുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികളും ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചേട്ടന്മാരൊന്നും കാണാനില്ല. നമ്മൾ എല്ലാവരും നമ്മുടെ വീഡിയോ പറയുന്നത് ചേട്ടന്മാരവിടെ ഇവരൊക്കെ എന്തെങ്കിലും വരുമാന മാർഗം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകും. ചിലപ്പോൾ പുഴയുടെ തീരത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും കൃഷി, നമ്മുടെ ചീര പോലെ അല്ലെങ്കിൽ ചൈനീസ് ക്യാബേജ് ടൊമാറ്റോ ഇങ്ങനെ പല സാധനങ്ങളും കൃഷി ചെയ്യാൻ വേണ്ടി ഈ പുഴയുടെ തീരങ്ങളിലേക്ക് പോകും. ഇല്ലെങ്കിൽ ചാർക്കോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ വേണ്ടി ഇവർ രാവിലെ തന്നെ പോകും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വില്ലേജുകളിൽ ചെല്ലുമ്പോൾ ചേച്ചിമാരെ മാത്രം കാണുന്നത്. അപ്പോൾ അവരവർ ഓരോ സ്ഥലങ്ങൾ, നമ്മുടെ നാട്ടിലും പണ്ട് അങ്ങനെയാണല്ലോ, ജോലിയൊക്കെ തേടി ആളുകൾ ദൂരങ്ങളോളം പോകും. അപ്പോൾ ചേച്ചിമാരും കുട്ടികളൊക്കെ ആയിരിക്കും വില്ലേജുകളിൽ ഉണ്ടാവുക. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ പൈസയൊക്കെ ഹാൻഡിൽ ചെയ്യുകയും ബിസിനസ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് ലേഡീസാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ അവരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് കാണാം ഈ പ്രദേശത്ത് ഏറ്റവും നല്ലൊരു വീടുള്ളത് മജാവയുടെ മുതലാളിക്കാണ്, വീടിൻ്റെ ഓണർക്കാണ് ശരിക്കും പറഞ്ഞാൽ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ വില്ലേജ് ജീവിച്ച ആളുകൾ തന്നെയാണ്. പക്ഷേ അവരുടെ കഠിനാധ്വാനം കൊണ്ടും തിങ്ക് ചെയ്യാനുള്ള കഴിവുകൾ കൊണ്ടൊക്കെയാണ് അവർ വളർന്നിരുന്നത്. അപ്പം ഇങ്ങനെ കുഞ്ഞു വീടുണ്ടാക്കിയിരുന്നു. ഈ വീടിനൊരു 13,000 വെച്ച മാസം റെൻറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു വീടുകളുണ്ടാക്കി അതിന് റെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് കാണാം അവരുടെ വീട്. നമ്മുടെ വണ്ടി നിർത്തിയതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന നല്ല ഷീറ്റൊക്കെ ഇട്ട് സിമെൻറ്റ് കൊണ്ട് തേച്ച് മിനിക്ക് ഞങ്ങളൊന്ന് കാണിച്ചു തരാറേ. അതെ അതൊന്നും നമുക്ക് കാണാം കേട്ടോ. അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. എൻ്റെ ഭാര്യ ടുബാക്ക് സെറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ ചേച്ചി മെയ്സ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേപോലെ പാടത്തുനിന്ന് മെയ്സൊക്കെ പറിച്ചെടുത്തോണ്ട് വന്നിട്ട് മെയ്സ് ഇങ്ങനെ അതിന്നുള്ള കുരുവൊക്കെ മാറ്റി റെഡിയാക്കുകയാണ് കേട്ടോ. മുറത്തിലേക്ക് മെയ്സ് ഇങ്ങനെ കോരിയിടുകയാണ്. കണ്ടോ, ഇതുവരെ പാടത്തുണ്ടായ മെയ്സാണ്. ഇതിങ്ങനെ നന്നാക്കിയിട്ട് ഉണങ്ങാനിടും, എന്നിട്ട് വിൽക്കും. അപ്പോൾ ഓരോ വീട്ടിലും ഓരോരുത്തരും ഓരോരോ പണിയിലാണ്. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നല്ലൊരു വീടുണ്ട് എന്നുള്ളത്. മജാവിൻ്റെ വീടിൻ്റെ ഓണർക്ക് അവരുടെ വീടാണിത്. കട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കി, സിമെൻറ്റ് കട്ട കൊണ്ട് ഉണ്ടാക്കി തേച്ചിട്ടുള്ള വീട്. കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഗ്രാമത്തിൽ ഏറ്റവും നല്ലൊരു വീട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ല വാതിലുകളൊക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
നമ്മൾ ഉദ്ദേശിച്ചത് ചെറുതായിട്ട് മജാവ് ഇവിടെ താമസിക്കുന്നു, ഏത് ഗ്രാമത്തിലാണ് താമസിക്കുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ ഇവരെല്ലാവരെയും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ വന്നത്. അപ്പോൾ ഇവരിവിടെ ഓരോ പണികളിലും ഒക്കെയാണ്. അപ്പോൾ ഈ ബേക്കി കാണുന്നത് മജാവിൻ്റെ വീടാണ്. കുഴപ്പമില്ലാത്തൊരു വീട് തന്നെയാണല്ലായിരുന്നു കേട്ടോ. 10-13,000 രൂപ കൊച്ചാണ് ഇതിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും Bye-bye.